ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളികളിൽ സ്വർണം പൂശാൻ ഹൈക്കോടതി അനുമതി. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ എത്തിച്ചവ എത്രയും വേഗം സ്വർണം പൂശി തിരികെ സന്നിധാനത്ത് എത്തിക്കാനാണ് നിർദ്ദേശം. ബിനിൽ വിശദവിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബിനിൽ, കോടതിയുടെ നിർദ്ദേശത്തോടെ ഒരു ആശ്വാസമായിട്ടുണ്ടോ? ഇതിൽ തുടർ നടപടികൾ ഇനി ഉണ്ടാകില്ല എന്നത്, കാരണം നേരത്തെ കോടതി നിർദ്ദേശമില്ലാതെ ഇതങ്ങനെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് വിവാദമായിരുന്നല്ലോ. ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അക്കാര്യത്തിലാണ് കോടതി ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ചെന്നൈയിലെ ഒരു കമ്പനിയിലാണ് ഈ സ്വർണം പൂശാൻ എത്തിച്ച ചെമ്പ് പാളികൾ ഉള്ളത്. അതിൽ നേരത്തെ സ്വർണം പൂശിയിരുന്നതാണ്. ആ സ്വർണം പൂശിയത് ഇളക്കിയെടുത്ത് ദ്രവരൂപത്തിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ആ നിർമ്മാണം നിർത്തിവെക്കാനും അത് അടിയന്തരമായി തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചു. അതേ തുടർന്നാണ് ഇപ്പോൾ ഒരു കോടതി ഇത് സ്വർണം പൂശി അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഉടൻ തിരിച്ചെത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം ആ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തതിൽ വിശദമായ ഒരു അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് ഇന്ന് വൈകിട്ടോടുകൂടി കോടതി പുറത്തിറക്കുകയും ചെയ്യും. ബുധനാഴ്ച കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. ശരി, പിന്നിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിക്കണമെന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.